സംഗതി സീനായോ? Get Slopsified. എപ്പോ വേണോ അപ്പോ. Slopes. Download the app now. മലപ്പുറം ജില്ലയിൽ ദുരിതം വിതച്ച കനത്ത മഴ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും പലയിടത്തും മണ്ണിടിച്ചിലുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതവും തടസ്സപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ആരംഭിച്ച കനത്ത മഴ തുടരുകയാണ്. ജില്ലയുടെ പ്രധാന റോഡുകളും ഇട റോഡുകളും പലയിടത്തും വെള്ളത്തിൽ മുങ്ങി. നിരവധിയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ കൊണ്ടോട്ടിക്കും രാമനാട്ടുകരയ്ക്കുമിടയിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പുളിക്കൽ, പെരിയമ്പലം, ഐക്കരപ്പടി, തുറക്കൽ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം റോഡിൽ വെള്ളം കയറി. രാവിലെ മുതൽ നിരവധി വാഹനങ്ങൾ ഈ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രാമനാട്ടുകര ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങൾ കാക്കഞ്ചേരി, ചേളാരി ഭാഗങ്ങളുടെ തിരിച്ചുവിട്ടു. തോടുകൾ പലതും നിറഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി. ചെറുകാവ് പഞ്ചായത്തിൽ നിരവധി ഭാഗങ്ങളിൽ വീടുകൾക്കും നാശനഷ്ടമുണ്ട്. ശക്തമായ മഴ തുടരുന്നതിനാൽ ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പുളിക്കൽ BM ആശുപത്രിയിലും വെള്ളം കയറി. അട്ടപ്പാടിയിൽ കനത്ത മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ മരവും കല്ലും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 9-ാം മൈലിലും 7-ാം മൈലിലും മരം വീണത് ഫയർഫോഴ്സ് എത്തി വെട്ടിമാറ്റി. വെള്ളച്ചാട്ടത്തിന് സമീപം റോഡിലേക്ക് വലിയ പാറക്കഷ്ണം വീണ് കിടക്കുന്നത് നീക്കം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ്. അട്ടപ്പാടി വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. കോഴിക്കോട് മാവൂരിലും ചാത്തമംഗലത്തും വ്യാപക മണ്ണിടിച്ചിൽ. ചാത്തമംഗലം സൗത്ത് ആരയങ്കോട് വീടിന്റെ മതിലിടിഞ്ഞ് ഒരു ഓട്ടോയും 2 ഇരുചക്ര വാഹനങ്ങളും തകർന്നു. വീടിന് മുകളിൽ കവുങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. പനങ്ങോട് വീടിന്റെ മുകളിൽ സംരക്ഷണ ഭിത്തി തകർന്നു. മാവൂർ മേച്ചേരിക്കുന്നിൽ വീടിന് സമീപത്തേക്ക് 20 മീറ്റർ വീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. ആർക്കും പരിക്കില്ല.